വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവങ്ങളെ, ദൈവത്തിന്റെ വലിയ കരുണയും അനുഗ്രഹമാണ് നമ്മളുടെ ജീവിതത്തിൽ. ദൈവം അല്ലേ, ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റെന്താ ജീവിതം? ദൈവത്തിന് നന്ദി പറയാം. ഒരു പുതിയ മാസത്തിലേക്ക് നമുക്കറിയാം, ഓഗസ്റ്റ് മാസം വർഷങ്ങളായിട്ട് ദുരന്തത്തിൻ്റെ മാസമായി മാറുക. ദുരന്തങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഒറ്റ വാക്കിലൊരു ഉത്തരം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഒറ്റ കുഞ്ഞിന് വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ വിളിച്ചോ. കർത്താവിന്റെ ഹിതം നിറവേറ്റേണ്ടതുപോലെ നിറവേറ്റാത്തത് കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാവുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവഹിതം നിറവേറ്റാത്തത് കൊണ്ട്, ദൈവസന്നിധിയിൽ ഇരിക്കാത്തത് കൊണ്ട്, ദൈവസന്നിധി പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. സ്വർഗമല്ല നമ്മളെ ആക്രമിക്കുന്നത്, പ്രപഞ്ചമാണ് നമ്മളെ ആക്രമിക്കുന്നത്. നിന്റെ വീട് നിന്നെ ആക്രമിക്കുന്നു, നിന്റെ നാട് നിന്നെ ആക്രമിക്കുന്നു, നീ നിൽക്കുന്ന ഇടം നിന്നെ, അതിനെ ഭൂമി ഉരുളുപൊട്ടല്, നീ നിൽക്കുന്ന മണ്ണ് നിന്നെ ആക്രമിക്കുന്നതിന് പേരെ ഉരുളുപൊട്ടൽ എന്ന് പറയുന്നില്ല. ആകാശത്തൊന്നും ഒരു സാധനമൊന്നും അല്ല ഇത്. എപ്പോഴാ വീടിടിഞ്ഞു പോകുന്നത്? നിന്റെ വീട് നിന്നെ ആക്രമിക്കുമ്പോൾ നിന്റെ വീട് ഹല്ലേലൂയ. നീ നിൽക്കുന്ന വീട് നിനക്കെതിരാകും. എപ്പോഴാ സസ്പെൻഷൻ കിട്ടുന്നത്? നീ നിൽക്കുന്ന ജോലി നിനക്ക് എതിരാകുമ്പോൾ നിനക്ക് സസ്പെൻഷൻ കിട്ടും. അനങ്ങുന്നില്ലല്ലോ ആരും. ഹല്ലേലൂയ. ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും അവിടെയാ മക്കളെ ഉണ്ടാകുന്നത്. ജീവിതത്തില് നിന്റെ വീട് നിനക്കെതിരാകുമ്പോൾ നിന്റെ വീട് ഇടിഞ്ഞു വീഴും. നിന്റെ നാട് നിനക്കെതിരാകുമ്പോൾ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, ദേശത്ത് ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. 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 നീ നിന്റെ ശരീരത്തിന് എതിര് നിൽക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ രോഗപീഠ വരും. നിന്റെ ശരീരം നിനക്ക് എതിര് നിൽക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ രോഗപീഠ വരും. രോഗപീഠയൊക്കെ ചുമ്മാ വന്നൊന്നും വിചാരിച്ചല്ല. നിന്റെ ശരീരം നിനക്ക് എതിര് നിൽക്കുമ്പോൾ നിനക്ക് രോഗപീഠ വരും. ലോകത്തിന്റെ ആക്രമണങ്ങളാണ് മക്കൾ ഇതെല്ലാം. ആത്മാവിന്റെ ആക്രമത്തിൽ, ആത്മാവിന്റെ ഇടപെടലിൽ നിനക്ക് സൗഖ്യം കിട്ടും. ആത്മാവിന്റെ ഇടപെടലിൽ നമ്മളിത് വചനത്തിൽ കണ്ടില്ലേ, കാറ്റും കോളും ശാന്തമാകും. ഹല്ലേലൂയ. ആത്മാവിന്റെ ഇടപെടലിൽ ഒന്നുമില്ലാത്തടത്ത് അഞ്ചപ്പത്തിൽ നിന്ന് 5000 പേരില്ല പുരുഷന്മാര് ഭക്ഷിച്ചു, അതിലധികമായ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭക്ഷിക്കും. ഹല്ലേലൂയ. ദൈവങ്ങളെ, പ്രപഞ്ചത്തിന്റെ ഇടപെടലുണ്ട്, ദൈവാത്മാവിന്റെ ഇടപെടലുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്ക് അനുകൂലമാകുമ്പോൾ നീ സൗഖ്യമുള്ളവനായി മാറും. വചനം കേട്ടില്ലേ, ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത മുറിവ് നിനക്കുണ്ടായിരിക്കുന്നു. തുടർന്ന് വചനം പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഒരു വൈദികനും ഒരു ബിഷപ്പിനും സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു മുറിവ് നിനക്കുണ്ട്. പക്ഷേ ആ മുറിവിനെ പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഭൂമി നിനക്ക് വേണ്ടി വാദിക്കില്ല, നിന്റെ ശരീരം നിനക്ക് വേണ്ടി വാദിക്കില്ല, നിന്റെ കുടുംബം നിനക്ക് വേണ്ടി വാദിക്കില്ല. നിന്റെ ദൈവം നിനക്ക് വേണ്ടി വാദിക്കാം. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ന്യായം പറയാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ബോധ്യപ്പെടണം. ഒരു ദുരന്തമൊക്കെ വരുമ്പോൾ വെറുതെ കണ്ണടച്ച് കൈയും കുപ്പിയിരിക്കാനുള്ള സമയമല്ല മക്കളെ. എൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ തിരുത്തൽ വരുത്തണം, എൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ മാറ്റം വരുത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുരന്തങ്ങളൊക്കെ നിനക്കെതിരായിട്ടുള്ള അക്രമമായിട്ട് നീ കാണണം. ശരീരം ആക്രമിക്കുമ്പോൾ രോഗമാകും. നമുക്കറിയാം, ഓരോന്നും ദേശം, നിന്റെ ഭരണാധികാരികൾ യുദ്ധമായിട്ട് മാറുന്നത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. 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 ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ മക്കളെ? നിങ്ങൾ വിചാരിക്കില്ല കേരളത്തിൽ മാത്രം മഴ പെയ്യുന്നെന്നുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെരുമഴ പെയ്തിട്ട്
ദൈവങ്ങളെ സകലം നിശ്ചലം വെള്ളം പൊക്കി പോവുക. നിരന്തരം ജപ്പാനിലൊക്കെ കെട്ടിടങ്ങൾ ഇരുന്ന് പോകുന്ന പോക്ക് കണ്ടില്ലേ നിങ്ങൾ? കൊറിയയിൽ വെള്ളപ്പൊക്കം കണ്ടില്ല, ആസാമിലെ വെള്ളപ്പൊക്കം നിങ്ങൾ കണ്ടില്ലേ? അമേരിക്ക ചെന്നപ്പോൾ കാലിഫോർണിയ കത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും ധനിക രാജ്യത്തിന് ദൂരെ നിന്ന് നോക്കാനല്ലാതെ, ദൂരെ നിന്ന് വെള്ളം കോരി ഒഴിക്കാനല്ലാതെ ആ തീ കെടുത്താനുള്ള കഴിവുണ്ടായില്ല. ആഴ്ചകളും മാസങ്ങളും നിന്ന് തീ കത്തിക്കൊണ്ടിരിക്കുക. കാനഡയിൽ മനുഷ്യന് ഇത്രയേ ഉള്ളൂ മക്കളെ. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക. നിയമാവർത്തന പുസ്തകമൊക്കെ പറയുന്നില്ലേ, നിന്റെ ദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. സോളമൻ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ അങ്ങയുടെ ആലയത്തിന് നേരെ തിരിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തും ദുരന്തങ്ങൾ നീങ്ങിപ്പോകണമേ. നിന്റെ ആലയത്തിന് നേരെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുപോകണമേ. നിന്റെ ദേവാലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കളെ ഭയന്നോടണമേ. ഹല്ലേലൂയ. ബൈബിളിൽ പ്രതിവിധിയുണ്ട് മക്കളെ. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ബൈബിളിൽ പ്രതിവിധിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. മക്കളെ തമ്പുരാനിലേക്ക് തിരിയുക. 15 നോയമ്പിന്റെ ദിവസങ്ങൾ നോയമ്പെടുക്കുക. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വേണ്ടെന്ന് വെക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോമ്പിന്റെ ദിവസം നന്നായിട്ട് നോയമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നോയമ്പെടുക്കുക. നൊവേനയിൽ 15-ാം തീയതി പുണ്യാളന്റെ പിറന്നാൾ ദിവസമാണ്, ഓഗസ്റ്റ് 15. ഫെർണാണ്ടസ് ജനിച്ചത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. നമുക്ക് 3 ദിവസം, വ്യാഴം, വെള്ളി, ശനി. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകിട്ട് ശുശ്രൂഷയുണ്ട്. പുണ്യാളൻ്റെ പിറന്നാൾ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്ക് ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വെള്ളിയാഴ്ച 14-ാം തീയതി രാത്രിയിലാണ് നമുക്ക് രാത്രി ആരാധന, വിജിൽ പ്രയർ ഉള്ളത്. വൈകിട്ട് 8 മണി മുതൽ രാവിലെ 5 മണി വരെ വിമലഗിരി കത്തീഡ്രലിൽ നമുക്ക് രാത്രി ആരാധനയിൽ, പ്രത്യേകിച്ച് അമ്മ മാതാവിൻ്റെ തിരുനാളിൻ്റെ തലേ രാത്രിയിൽ അമ്മ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ജാഗരം അനുഷ്ഠിക്കുന്നത് വലിയ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും കൃപകൾക്കും കാരണമായി തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നല്ല ഇടയനെ പറ്റിയുള്ള ധ്യാനത്തിലാണ് നമ്മൾ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 11-ാം വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ പറഞ്ഞതാ. ദൈവത്തിൻ്റെ പ്രത്യേകത, എൻ്റെയും നിങ്ങളുടെയും പ്രത്യേകത എന്താ? പറ്റുമെങ്കിൽ പറ്റി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പറഞ്ഞതാ. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ലുക്ക്, ബിഹോൾഡ്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ദൈവത്തിൻ്റെ തിരച്ചിൽ. ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവത്തിൻ്റെ ഒരു തിരച്ചിലുണ്ട്. ദൈവം നമ്മളെ തേടിക്കൊണ്ടിരിക്കുക മക്കളെ. ഈ പെരുമഴയത്ത് പലരും പറഞ്ഞു മൈലുകൾ എക്സ്ട്രാ ഓടി വരുമ്പോൾ അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുക. അപ്പം അടുത്ത വഴിയിലൂടെ ഓടി ഇവിടെ ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിന്നെ തേടിക്കൊണ്ടിരിക്കുന്നു മക്കളെ. ദൈവം നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നില്ലേ, കർത്താവേ അങ്ങിലെത്തുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. Only God can satisfy you. Only God can satisfy. ദൈവങ്ങളെ ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരിക. നിന്റെ പണത്തിന് നിന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നിന്റെ സ്ഥാനമാനങ്ങൾക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ, നിന്റെ സുഖഭോഗങ്ങൾക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ നിന്നെ പ്രാന്ത് പിടിപ്പിക്കും അതൊക്കെ. പക്ഷേ നിന്റെ ദൈവത്തിൽ നീ എത്തുവോളം നീ അസ്വസ്ഥനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ നമ്മൾ പ്രാർത്ഥിക്കില്ല. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിലായിരിക്കുക എന്നത് മാത്രമാണ് പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനകളുടെ എണ്ണങ്ങളൊന്നും ഇല്ല മക്കളെ. എന്തിനാണ് ഈ 13 നൊവേന ചൊല്ലുന്നതെന്നറിയാമോ? ആ മണിക്കൂർ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട്, അല്ലാതെ 13 എണ്ണിക്കൊണ്ട് പുണ്യാളം മുകളിലിരിക്കുന്ന 13 എണ്ണാനല്ല.
നീ ഒരു 13 നൊവേനയൊക്കെ എണ്ണുമ്പം ഒരു 1.5 മണിക്കൂർ നേരം ദൈവസന്നിധിയിൽ നീ എല്ലാം മകന്നിരുന്ന് പ്രാർത്ഥിക്കുക. നൊവേന ചൊല്ലിയിട്ടുള്ളവർക്കറിയാം, 3-4 നൊവേന ചൊല്ലി കഴിയുമ്പോഴത്തേന് ഉള്ളിലൊരു വലിയൊരു ആനന്ദം, ഒരാവേശം, ഒരു തീഷ്ണത, ഒരാളിക്കത്തല് ഈ നൊവേന മുഴുവൻ ചൊല്ലിത്തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഒരു അഭിനിവേശം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പ്രത്യേക ദൈവം നമ്മളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ദൈവമക്കളെ, നിങ്ങളെവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആനന്ദമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ പറയട്ടെ, ആത്മാവ് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. ആത്മാവല്ല പ്രാർത്ഥിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ മടുത്തു പോകും മക്കളെ. രാവിലെ വന്നിട്ട് ഈ സമയം വരെ ഇവിടെ ഇരിക്കുന്ന മക്കളുണ്ട്. നീ എന്താ മടുക്കാത്തതെന്ന് മനസ്സിലായോ? ആത്മാവ് നിന്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ മടുത്തു പോകും മക്കളെ. ഇല്ലെങ്കിൽ കൊന്ത 100 കണക്കിന് കൊന്തയില്ലെന്നവരെ എനിക്കറിയാം. 100 കണക്കിന് കൊന്ത ഇങ്ങനെ ചൊല്ലി 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 പ്രാർത്ഥിച്ച് 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 എന്തേ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു കൊന്ത പോലും മുഴുവനാക്കാൻ പറ്റാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന കൊന്തയല്ല, ഒറ്റയ്ക്ക് ഒരു കൊന്ത ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റാത്ത മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അതേസമയം 100 കണക്കിന് കൊന്ത ചൊല്ലി ചൊല്ലി നിൽക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ആത്മാവിന്റെ പ്രവർത്തനം മക്കളെ. പരിശുദ്ധാത്മാവ് ദൈവം നിന്നെ തേടിക്കൊണ്ടിരിക്കുക. എല്ലാം മകന്ന ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? എല്ലാം മകന്ന ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യര്. ഹല്ലേലൂയ. 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 അടുത്ത മാസം ഞാൻ ആഫ്രിക്കയ്ക്ക് പോവുക. ഓഗസ്റ്റ് 18 മുതൽ ആഫ്രിക്കയിൽ ഒരു ധ്യാനത്തിന് പോവുക. നിങ്ങൾക്കറിയാമോ, 1-ാം തീയതി മുതൽ കുറച്ച് അൽമായ സഹോദരങ്ങൾ ആഫ്രിക്കയിൽ എത്തിക്കഴിഞ്ഞു ശുശ്രൂഷയ്ക്ക് വേണ്ടി. TA ഒന്നുമില്ല ഇവിടെ. 1.5 ലക്ഷം രൂപ ടിക്കറ്റ് കാശ്. അവർക്ക് കാശില്ലാഞ്ഞിട്ട് ബോംബെ വരെ ട്രെയിനിൽ പോയിട്ട് ബോംബെയിൽ നിന്ന് കയറി ഫ്ലൈറ്റ് കയറി പോയിരിക്കുക. ധ്യാന ശുശ്രൂഷയ്ക്ക് വരുന്നവർക്ക് TA ഇല്ല മക്കളെ. അങ്ങോട്ട് കൊടുക്കണം. അരിയും വാങ്ങിച്ച് വെള്ളവും വാങ്ങിച്ച് കയ്യിലുള്ള എന്താ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരെ കുറച്ച് പേര് ധ്യാന ഗുരുക്കന്മാരാണ്. നമ്മുടെ ബ്രദറിൻ്റെ അപ്പനൊക്കെ ഉണ്ട്, ആന്റണി. ഹല്ലേലൂയ. 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 മക്കളെ, നേട്ടമില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത് അത് അഭിഷേകത്തിന് കാരണമാകും മക്കളെ. ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടാവില്ല. ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് എനിക്കൊരു ബെനഫിറ്റ് ഉണ്ടാവില്ല. ഒരു പുരോഹിതനായിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ബെനഫിറ്റ് ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല മക്കളെ. ഒരു ബെനഫിറ്റും ഇല്ലാതെ, ഒരു ലാഭവും ഇല്ലാതെ എൻ്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 1.5 ലക്ഷം രൂപ ഒന്നും എടുക്കാനൊന്നുമില്ലടാപ്പാ. അപ്പോൾ ആ പിള്ളേർ പറയുക, കഞ്ഞിക്ക് വകയില്ലാത്തവന്മാരെന്നോട് പറയാ, ഞങ്ങൾ എവിടുന്നേലും ഉണ്ടാക്കിക്കൊള്ളാം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞില്ല, അച്ഛൻ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ അവസാനം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, എൻ്റെ കാശില്ല, 1.5 ലക്ഷം രൂപയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് എനിക്ക് പഴിച്ചു തന്നിരിക്കുക. ഹല്ലേലൂയ. മക്കളെ, നല്ലൊരു വീടില്ല. ഈ പോയ പാർട്ടീസിന് നല്ലൊരു വീടില്ല. കൊച്ചുങ്ങളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാനുള്ള പൈസയില്ല. ആഫ്രിക്കയിലെ മനുഷ്യരെ സുവിശേഷം കേൾപ്പിക്കണമെന്നുള്ള വാശിയിൽ ദൈവമക്കളെ ഇല്ലായ്മയിൽ അവര് ദൈവത്തെ അന്വേഷിച്ച്, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ പ്രഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുക. ലാഭമുണ്ടെങ്കിലുള്ള ആരാധനയുടെ പേരല്ല മക്കളെ ദൈവം. നഷ്ടങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കർത്താവ് കണ്ടുപിടിക്കും മക്കൾ. നമ്മുടെ ഒരു ധൈര്യമാണ്, ഒരു ആത്മീയ. ഗോഡ് വിൽ കം ഇൻ സെർച്ച് ഓഫ് മീ. ദ ഗുഡ് ലോർഡ് വിൽ കം ഇൻ സെർച്ച് ഓഫ് മീ. അതുകൊണ്ടല്ല ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഏതോ ഒരു സമയത്ത്, ഏതോ ഒരു കാരണത്താൽ, ഏതോ ഒരു സംഭവത്തിന്റെ പേരിലൊക്കെ ദൈവം എന്നെ കണ്ടുമുട്ടി, ദൈവം എന്നെ തേടി വന്നു. ഹല്ലേലൂയ. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. മേക്ക് ഷുവർ നീ ഒരിക്കലെങ്കിലും യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ നഷ്ടപ്പെട്ടു പോവില്ല. നീ എത്ര വാശി പിടിച്ചാലും ശരി, നിനക്ക് നഷ്ടപ്പെട്ടു പോകാനാവില്ല. നിന്റെ ദൈവം നിന്നെ തേടി ഇറങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. ഒരിടയൻ ആടുകളുമായിട്ടുള്ള
ഒരു വല്ലാത്ത ബന്ധത്തിൻ്റെ പേരാണ് ആടുമിടയനുമൊക്കെ. ആടുമിടയനുമൊക്കെ കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. കാറും കോളുമുള്ള സമയത്ത് ഒന്നിനെയും ഒരു അപകടത്തെയും വകവയ്ക്കാതെ ഇറങ്ങി വന്ന പൊന്നുതമ്പുരാനെ നിങ്ങൾ മറന്നു കളഞ്ഞു. മുഴുവൻ എതിർപ്പുകളല്ല, ജനിച്ചു വീണ നിമിഷം മുതൽ ജീവൻ 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 അപകടത്തിലാണ്. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബത്ലഹേമിൽ മുഴങ്ങിയ കൽപ്പന ജനിച്ചു വീണത് തന്നെ മരണത്തിന്റെ ഉത്തരവ് കേട്ടുകൊണ്ട് ജനിച്ചു വീണവന്റെ പേരാണ് ക്രിസ്തു. ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് അപ്പാ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തലചായ്ച്ചതിന്റെ ആത്മാവിനെ സമർപ്പിച്ചവന്റെ പേരാണ് ക്രിസ്തു. നല്ല ഇടയൻ. കാറു നിറഞ്ഞ അന്ധകാരം നീ എവിടെ ആയിക്കൊള്ളട്ടെ, നീ ഏത് പ്രതിസന്ധിയിൽ, ഏത് കൂരാക്കുരുട്ടിൽ, ഏത് ദുരന്തത്തിൽ, ഏത് തകർച്ചയിൽ കർത്താവോട് വരുവടാ കൊച്ചേ. നീ ആയിരിക്കുന്നിടത്ത് നിന്റെ കർത്താവ് വന്നിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില മക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എവിടെയാണെന്നറിയാതെ പോയി ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴത്തേന് നോക്കുമ്പോൾ അവിടെ ഒരു ദേവാലയം. ചിലർ പറയും മുകളിൽ നിന്ന് താഴേക്ക് നോക്കും, താഴെ അന്തോസ് പുണ്യാളൊരു തിരുസ്വരൂപം ഇരിക്കുന്ന കാണുക. നിന്നെ തേടി നിന്റെ പുണ്യാളൻ യാത്ര ചെയ്യുന്നുണ്ടെന്ന്, നിന്നെ തേടി നിനക്ക് സംരക്ഷണമായിട്ട് നിന്റെ ദൈവം യാത്ര ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ വിളിച്ചേ. ഹല്ലേലൂയ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. നീ ചെതറിക്കപ്പെട്ടിരിക്കുകയായിരുന്നു, നീ വിപ്രവാസത്തിൽ പോയിരിക്കുക, നീ അടിമയാക്കപ്പെട്ടവനായിരുന്നു, നീ പേരില്ലാത്തവനായിരുന്നു, നീ മുഖമില്ലാത്തവനായിരുന്നു. ഐ വിൽ ബ്രിങ് യു ബാക്ക്. ദൈവത്തിൻ്റെ വാക്കാ മക്കളെ. ആദ്യം പറഞ്ഞല്ലോ, വാക്ക് പറഞ്ഞ പാലിക്കുന്നവന്റെ പേരാണ് ദൈവം. ഹല്ലേലൂയ. ചെതറിക്കപ്പെട്ട മക്കളൊക്കെ ഇല്ലേ ഇവിടൊക്കെ ഇരിപ്പുണ്ട്, വീടൊക്കെ നഷ്ടപ്പെട്ടവര്. നല്ല വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നതാ. എന്നാരോ രാവിലെ വരുന്നത് കണ്ടു, വന്ന് പ്രാർത്ഥനയ്ക്ക് വിഷയം പറഞ്ഞതാ, ചെല്ലം നഷ്ടപ്പെട്ടു. ഏതോ ദേശത്തുനിന്ന് വന്ന് കോട്ടയത്ത് വന്ന ഏതോ വീട്ടിൽ വാടകയ്ക്ക് കിടക്കുക, വാടകയ്ക്ക് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഏതോ ദേശത്ത് ഒളിച്ചു വന്ന് താമസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിതറിക്കപ്പെട്ട മനുഷ്യര് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവര് പോയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും, രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. God will bring back. അമേരിക്കയിലൊക്കെ ചെന്നപ്പം കണ്ടൊരു സങ്കട കാഴ്ച പറയട്ടെ. ഭാര്യയും മക്കളെയും ഒക്കെ കണ്ടിട്ട് 10-15 വർഷമായ മക്കള് ട്രാവൽ ബാന. ഒന്നെങ്കിൽ വീസ മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കെടിയിൽപ്പെട്ടിട്ട് നാട് കണ്ടിട്ട് വർഷങ്ങളായി. ഞാനൊരു കുടുംബത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇപ്പം പറയുമ്പം വരിക, ഒരു കുടുംബമായിട്ടാണ് അവിടെ എന്തൊക്കെയോ കാരണങ്ങളാൽ ചതിക്കപ്പെട്ട് നേരെയല്ലാത്ത വിസയുടെ പേരിൽ 10-15 കൊല്ലമായിട്ട് അവിടെ പെട്ടുപോയി. ഒരു ജോലി പോലും കിട്ടാത്ത അവസ്ഥയിൽ വല്ലാതെ വിഷമിക്കുക. കർത്താവ് പറയാ, ഐ ആം ഗോയിങ് ടു ബ്രിങ് യു ബാക്ക്. നിന്നെ നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജോലിയിലേക്ക്, നിന്റെ ഔന്നത്യത്തിലേക്ക്, നിന്റെ മഹത്വത്തിലേക്ക്, നിന്റെ പ്രതാപത്തിലേക്ക് നിന്റെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിന്റെ മലമുകളിലും നീ ദൈവസന്നിധിയിൽ നിന്ന് ആനന്ദിക്കാൻ പോവുക പൈതലേ. എനിക്ക് തോന്നിയിട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ പറ്റാത്ത മനുഷ്യർ. ഏറ്റവും ദുരന്തം പിടിച്ച മനുഷ്യർ പ്രാർത്ഥിക്കാൻ പറ്റാത്ത മനുഷ്യരാണ്. ക്യാൻസർ രോഗികളല്ലെന്നേ, വീട് നഷ്ടപ്പെട്ടവരല്ലെന്നേ, ജപ്തി ചെയ്യപ്പെട്ടവരല്ലെന്നേ, എല്ലാം നഷ്ടപ്പെട്ടവരല്ലെന്നേ. നിനക്ക് ദൈവമേ എന്ന് ഹൃദയത്തിൽ വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നെ പോലെ ദുരന്തം പിടിച്ചൊരു മനുഷ്യനുണ്ടോടാ കൊച്ചേ? നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം, കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇതാ കണ്ണിൽ തെളിയുന്ന പൊന്നുതമ്പുരാനെ കണ്ടിട്ട് സ്നേഹത്തോടെ കർത്താവേ എന്ന് വിളിക്കാൻ പറ്റുന്നത് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മലമുകളിൽ എന്ന് വെച്ചാൽ ദേവാലയത്തില്, മഹത്വത്തിന്റെ ഇടത്തില്, കർത്താവിന്റെ മലയിലേക്ക് ആരു കയറും? കർത്താവ് നിന്നെ കൊണ്ടുപോയി നിർത്താൻ പോകുന്നത് ഉന്നതമായ പൈതല്. ഇന്നലെ വരെ താഴ്വാരങ്ങളിൽ അലഞ്ഞു നടന്ന നിന്നെ കർത്താവ് ഉയർന്ന മലയിലേക്ക് കൊണ്ടുവരാൻ പോവുക.
നീരുറവുകൾക്കരികിൽ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് നീ നടന്ന നിന്നെ ഇതാ കർത്താവ് ഈജിപ്തിൽ നിന്നുള്ള യാത്രയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ സ്വച്ഛമായ ജലാശയത്തിലേക്ക് നയിക്കുന്ന ദൈവമായ കർത്താവ്. ജീവിതത്തിന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടവന് ദൈവം കൊടുക്കുന്ന സമ്മാനത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ്, പ്രതീക്ഷയുടെ ആത്മാവാണ്. സ്വപ്നം കാണാൻ നിന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. സ്വപ്നം കാണാൻ നിന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ഞാൻ അവയെ മേയിക്കും. ഹല്ലേലൂയ. I will pasture them. I will pasture them. ഞാൻ അവരെ നോക്കും, ഞാൻ അവരെ നോക്കും, ഞാൻ അവരെ സംരക്ഷിക്കുന്നു. കർത്താവ് സംരക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം ആലോചിച്ച്. ഒരു കുഞ്ഞാടിൻ്റെയൊക്കെ ഭാഗ്യമെന്ന് പറയുന്നത് നല്ല ഇടയൻ്റെ ഭാഗ്യമാണ്. ഒരു കുഞ്ഞാടിൻ്റെ ഭാഗ്യം നല്ല ഇടയനാകുന്നത് പോലെ ദൈവ പൈതലെ നിന്റെ ഭാഗ്യം നിന്റെ ദൈവമാടാകൊച്ചേ, നിന്റെ ദൈവമാടാകും നിന്റെ ഭാഗ്യം. ആ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ, ഞാനൊരു ക്രിസ്ത്യാനിയൊന്നുമല്ല, കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഈ ആലയത്തിൽ വരുന്ന ഞാൻ മകളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകതരം ക്യാൻസറിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ കുട്ടിക്ക് ഹൃദയത്തിൽ ക്യാൻസർ വരുമെന്നൊക്കെ ചിന്തിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നല്ല ആളോടാണ് ചോദിക്കുന്നത്. നോക്കാം, മകൾ വന്നിട്ട് നെറ്റിയിൽ ചന്ദനമുള്ള സിന്ദൂരക്കലയുള്ള സ്ത്രീ വന്നിട്ട് പറയുക, എനിക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ പുണ്യാളനുമായിട്ടുള്ള കൂട്ടിലാണ്. പുണ്യാളനോട് ഞാൻ പ്രാർത്ഥിച്ചു. പുണ്യാളൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പുണ്യാളൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ അല്ല മക്കളെ, നാളുകൾക്ക് ഇപ്പുറത്ത് അമ്മയെ അറിയാതെ കൊച്ചു പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു രോഗമില്ല. വിദേശത്തേക്ക് യാത്ര ചെയ്യുവാനായിട്ട് അവൾ മെഡിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഹല്ലേലൂയ. രാവിലെ പറഞ്ഞു വെച്ചു, നിന്റെ ഉള്ളിൽ ദൈവം ഒരു അത്ഭുതം കുഴിച്ചിട്ടിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ ദൈവം ഒരു അത്ഭുതം കുഴിച്ചിട്ടുണ്ട്. Dig your blessing. Dig out your miracle. Hallelujah. എന്റെ അത്ഭുതത്തെ നീ കുഴിച്ചെടുക്കുക. ഹല്ലേലൂയ. നല്ല പുൽത്തകടിയിൽ ഞാൻ അവയെ മേയിക്കും. രാവിലെ പറഞ്ഞു, ദൈവത്തിന്റെ വചനമാ മക്കളെ പുൽത്തകടി. ഇത്രയും സുന്ദരമായൊരു ഇടപെടൽ കിടന്നുറങ്ങാൻ ദൈവവചനം പോലെ, ഭക്ഷിക്കാനായി ദൈവവചനം പോലെ മാധുര്യമുള്ള വേറെ എന്താ ഉള്ളത്? ദൈവമക്കളെന്ന് എഴുന്നേറ്റ് ഇരുകരങ്ങളും ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിന്റെ ജീവിത മക്കളെ സമർപ്പിച്ച കർത്താവുണ്ടാകുച്ച്. നിന്റെ മുമ്പിൽ നടക്കുന്നൊരു കർത്താവ് നിന്നെ സംരക്ഷിക്കുവാനായിട്ട് അവിടുത്തെ ദണ്ട് എനിക്ക് സംരക്ഷണം നൽകുക. കർത്താവിന്റെ നന്മ എന്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുക. ഇരുകരങ്ങളും ഉയർത്തിക്കുക മക്കള്. ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, ഏതെങ്കിലും തകർച്ചയിലോ ദുരന്തത്തിലോ പ്രതിസന്ധിയിലോ ആണെങ്കിൽ, നിന്റെ ദൈവം ഇതാ നിന്നെ തേടിയിറങ്ങുന്നു. ദൈവം നിന്നോട് കരുണ കാട്ടുന്നു. ദൈവം നിന്നെ ഇടപെടുന്നു. ഈശോയേ കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ